ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ ആശംസകൾ. പല ക്രിസ്ത്യാനികളുടെയും അവസ്ഥ എന്താണ് എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കാമോ? തണുപ്പിൽ എവിടെയോ ഒരു തീ കത്തുന്നു. അതിൻ്റെ അരികിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ചൂടുള്ള സംവേദനം പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ അവിടെ നിന്ന് അകന്നു പോകും തോറും ആ ചൂട് ക്രമേണ തണുക്കും, അല്ലേ? ഇതാണ് നമ്മിൽ പല ക്രിസ്ത്യാനികളുടെയും അവസ്ഥ. ഒരു ഉണർവ് യോഗം നടക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾ അവിടെ ഒത്തുകൂടും. അത് നമ്മൾ കാണാൻ പറ്റും. അവിടെ നടക്കുന്ന പ്രാർത്ഥനകളും ഗാനങ്ങളും പ്രസംഗങ്ങളും മനസ്സിന് അല്പം ഉന്മേഷം പകരുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചതായി തോന്നുന്നു, അങ്ങനെയല്ലേ? പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പരിശോധിക്കുക. തണുപ്പ് പഴയ തണുപ്പ് തന്നെയാണ്. ഉത്സവം ചൂടും അപ്രത്യക്ഷമായിരിക്കും. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായം 1 വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു ദർശനത്തിലൂടെ സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ 7 ആത്മാക്കളും 7 നക്ഷത്രങ്ങളും ഉള്ളവൻ പറഞ്ഞ്, ഞാൻ നിന്റെ പ്രവൃത്തികൾ അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. നമ്മൾ എങ്ങനെയാണ്? കുറച്ച് ചിന്തിക്കാമോ? പരിശോധിച്ച് നോക്കാം. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.